പുതിയ യൂട്യൂബേഴ്സിന് സ്വാഗതം. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമായിരിക്കും വീഡിയോസിന് വ്യൂസ് ഇല്ലാത്തത്. അതിന്റെയൊക്കെ കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആയിരിക്കാം. ഇത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും വ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ 7 റൂൾസ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇതിൽ ഏതെങ്കിലും ഒരു റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ ചാനൽ വേഗം തന്നെ പൂട്ടിപ്പോകുന്നതായിരിക്കും. So, welcome to the free YouTube course series, Malayalam. ഈ യൂട്യൂബ് കോഴ്സ് സീരീസിന്റെ പാർട്ട് 1 പാർട്ട് 2 ആൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് കാണുക. റൂൾ നമ്പർ 1, നോട്ട് സ്പെൻഡിങ് ഗുഡ് ടൈം ഓൺ മേക്കിംഗ് തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു 99% ഓഫ് യൂട്യൂബേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളുടെ ചാനലില് വ്യൂസ് ഇല്ലാത്തതിന്റെ ഒരു പ്രധാന കാരണം. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സും ശക്തിയും ചേർത്തൊരു വീഡിയോ ചെയ്യുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും തംബ്നെയിലിന്റെ കാര്യം ഓർക്കുക. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു തംബ്നെയിൽ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുഴുവൻ എഫേർട്ടും അവിടെ വേസ്റ്റ് ആയി പോവുകയാണ്. ബിക്കോസ് നിങ്ങളുടെ വീഡിയോ ഓഡിയൻസിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരതിനെ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ തംബ്നെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ തംബ്നെയിലിൽ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു തംബ്നെയിൽ ഉണ്ടാക്കണം. സോ അടുത്ത തവണ മുതൽ നിങ്ങളുടെ വീഡിയോസിന് തംബ്നെയിൽസ് ഉണ്ടാക്കുമ്പോൾ വെറും 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്യാതെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും തംബ്നെയിലും ടൈറ്റിലും ഉണ്ടാക്കാൻ സമയം കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഉറപ്പായി നിങ്ങൾക്ക് റിസൾട്ട്സ് കാണാൻ കഴിയും. കൂടുതൽ തംബ്നെയിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ആൾറെഡി ഒരു തംബ്നെയിലിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. റൂൾ നമ്പർ 2, നോട്ട് ഡൂയിങ് ചാനൽ ബ്രാൻഡിങ്. 90% പുതിയ യൂട്യൂബേഴ്സും ചെയ്യാത്ത കാര്യമാണ്. ചാനലിന് പ്രോപ്പറായിട്ട് ബ്രാൻഡിങ് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ് ചാനൽ ബ്രാൻഡിങ്? ചാനൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിലെ ഒരു വിഷ്വൽ ഐഡന്റിറ്റി ആണ്. നിങ്ങളുടെ ചാനലിനെ പ്രൊഫഷണൽ ആയിട്ട് കീപ്പ് ചെയ്യാനും ഇത് സഹായിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂസ് കിട്ടിയെന്ന് കരുതുക. അതിലൊരു 200 പേർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർ നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു. നാളെ നിങ്ങളുടെ പുതിയ വീഡിയോ അവർക്ക് റെക്കമെൻഡ് ആയാൽ അവർ നിങ്ങളുടെ വീഡിയോ കാണുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറയും ഇല്ല. കാരണം ആയിരക്കണക്കിന് അല്ല 10,000 നിങ്ങളെപ്പോലത്തെ യൂട്യൂബ് ചാനലുകൾ ഉള്ളപ്പോൾ എങ്ങനെ അവർക്ക് നിങ്ങളെ ഓർത്തിരിക്കാൻ കഴിയും? സോ ഇവിടെയാണ് ചാനൽ ബ്രാൻഡിങ് വരുന്നത്. മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിന്റെ ഏത് ഫീഡിൽ വന്നാലും നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിത് നിങ്ങളുടെ വീഡിയോ ആണെന്ന് ഈസി ആയിട്ട് അറിയാൻ കഴിയും. സോ ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. ഞാനിവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ ചാനലിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ചാനലിന് ഒരു കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക. എന്റെ ചാനൽ നോക്കിയാൽ ഈ കളർ കോമ്പിനേഷൻ ആയിരിക്കും കാണുക. ഗ്രീൻ ആണ് എന്റെ മെയിൻ കളർ. പിന്നെ ബ്ലാക്ക്, വൈറ്റ്, റെഡും കാണാൻ കഴിയും. അതായത് ഈ 4 കളർ കൊണ്ടായിരിക്കും എന്റെ ചാനലിന്റെ ഒരു വിഷ്വൽ സ്കീം ഞാൻ ചെയ്തിരിക്കുന്നത്. എന്റെ ചാനൽ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഏത് തംബ്നെയിൽ എടുത്ത് നോക്കിയാലും ഇതായിരിക്കും നിങ്ങൾ കാണുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ 2 ഫോണ്ട് സെലക്ട് ചെയ്യുക. ഒരു മെയിൻ ഫോണ്ടും ഒരു സെക്കൻഡറി ഫോണ്ടും. ഫോണ്ട് എന്ന് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റിന്റെ പലതരം സ്റ്റേറ്റ്സിനെയാണ് പറയുന്നത്. സോ നിങ്ങൾ ചൂസ് ചെയ്ത ഫോണ്ട്സിനെ തംബ്നെയിൽ ഉണ്ടാക്കുമ്പോഴും വീഡിയോ ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യുക. അടുത്തത് 20% ഫെയിൽ ആവുന്ന പുതിയ യൂട്യൂബ് ചാനൽസും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. റൂൾ നമ്പർ 3, ബൈയിങ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മോണിറ്റൈസ്ഡ് ചാനൽസ്. യെസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഉറപ്പായിട്ടും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഇങ്ങനത്തെ ആഡ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. 500 രൂപയ്ക്ക് 1000 സബ്സ്ക്രൈബേഴ്സിന് തരാം, ആൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇങ്ങനത്തെ ആഡ്സ് ഒക്കെ നിങ്ങൾ ഉറപ്പായി കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ പലരും ചെന്ന് വീഴാറുമുണ്ട്. കാരണം ആവറേജ് ആയിട്ട് പുതിയൊരു യൂട്യൂബറിന് 6 മാസം മുതൽ 3 വർഷം വരെ എടുക്കും ഒരു ചാനലിനെ മോണിറ്റൈസ് ചെയ്യാനും ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും. അപ്പോൾ ഒറ്റയടിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളിൽ പലരും ചെന്നെടുക്കും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ ചാനലിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാരണം നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയൊക്കെ അവർ പറഞ്ഞതുപോലെ തന്നെ കൂട്ടിത്തരും. പക്ഷേ ബോട്ട് അക്കൗണ്ടുകളാണെന്ന് മാത്രം. അതായത് യൂസ്ലെസ് ആയിട്ടുള്ള പേരിന് മാത്രമുള്ള സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിനെന്താ, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു വിലയല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് നിങ്ങളുടെ ചാനലിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക.
ഈ ബോട്ട് അക്കൗണ്ടുകൾക്കായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആദ്യം യൂട്യൂബ് കൊടുക്കുക. സോ ഇതെല്ലാം ബോട്ട് അക്കൗണ്ടുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് ഒന്നും ഈ അക്കൗണ്ടുകൾ കാണാൻ പോകുന്നില്ല. ഇത് കാരണം നിങ്ങളുടെ വീഡിയോയുടെ ക്ലിക്ക് ത്രൂ റേറ്റ് കുറയുകയും ഇത് യൂട്യൂബ് അൽഗോരിതത്തിന് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ കൊടുക്കുകയും ചെയ്യും. യൂട്യൂബിന് മനസ്സിലാവും സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് പോലും വേണ്ടാത്ത വീഡിയോസ് ആര് കാണാനാണെന്ന് വിചാരിച്ച് യൂട്യൂബർ റെക്കമെൻഡ് ചെയ്യുന്നത് ഫുള്ളി നിർത്തും. അങ്ങനെ പതിയെ പതിയെ നിങ്ങളുടെ ചാനൽ ഡെഡ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് ടാറ്റ ബൈ ബൈ. റൂൾ നമ്പർ 4, ബാഡ് ക്വാളിറ്റി ഓഡിയോ. 50% യൂട്യൂബേഴ്സും ഇപ്പോഴും എപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ബാഡ് ക്വാളിറ്റി ഓഡിയോ. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ നേരിട്ട പ്രശ്നമായിരുന്നു എന്റെ ബാഡ് ക്വാളിറ്റി ഓഡിയോസ്. കാരണം വ്യൂസ് ഇല്ലാത്ത പല വീഡിയോസ് എടുത്ത് നോക്കിയാലും ആ വീഡിയോസിലെ വോയിസ് ഫുള്ളി നോയ്സി ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം എഡിറ്റിംഗ്, ലൈറ്റിംഗ്, വീഡിയോ ക്വാളിറ്റി ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി. സോ ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്യാം? അതിനൊരു മൈക്ക് വാങ്ങിക്കുക. നിങ്ങൾ വേറെ ഒരു കാര്യത്തിനും തുടക്കത്തിൽ പൈസ മുടക്കേണ്ട കാര്യമില്ല. പക്ഷേ പറ്റുമെങ്കിൽ നല്ലൊരു മൈക്ക് വാങ്ങിക്കാൻ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുക. ഓൺലൈൻ സൈറ്റിൽ പോയാൽ 500 മുതൽ നല്ല മൈക്സ് അവിടെ കാണാൻ കഴിയും. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരെണ്ണം വാങ്ങിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഓഡിയോസിനെ എഡിറ്റ് ചെയ്യാൻ പഠിക്കണം. അതെ, ഈ സീരീസിലെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസ് വരുമ്പോൾ അതിനെ പറഞ്ഞു തരുന്നതായിരിക്കും. റൂൾ നമ്പർ 5, നോട്ട് ഫോക്കസിങ് ഓൺ എ നീഷ്. അതെ, നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങൾ എത്ര പേർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ നീഷ് അറിയാമായിരുന്നു? ഇവിടെ ഒരു പകുതിയിൽ കൂടുതൽ യൂട്യൂബേഴ്സിന് ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു ഐഡിയ കാണത്തില്ല എന്റെ നീഷ് ഏതാണെന്ന്. ഇന്ന് കുക്കിംഗ് കോണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ നാളെ ഒരു വ്ലോഗിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യും, പിന്നെ ഒരു ടൂർ പോയ വീഡിയോ പോസ്റ്റ് ചെയ്യും. അങ്ങനെ അവസാനം നിങ്ങളുടെ ചാനൽ ഒരു മിക്സർ പരുവത്തിലാകും. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ഒരു നീഷിനെ ഫോളോ ചെയ്യുക. എക്സാമ്പിൾ, ഇന്ന് നിങ്ങൾ കണ്ട 5 യൂട്യൂബേഴ്സിന്റെ വീഡിയോസും അവരുടെ ചാനൽസും നോക്കൂ. അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു നീഷിനെ ഫോളോ ചെയ്തുകൊണ്ട് കോണ്ടന്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. എന്റെ ചാനൽ ടോപ്പിക്സ് നോക്കിയാലും യൂട്യൂബ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്സിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു നീഷ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കിടിലൻ ട്രിക്ക് പറഞ്ഞു തരാം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങളുടെ നീഷിൽ കോണ്ടന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇനീഷ്യൽ കോണ്ടന്റ് ചെയ്യുന്ന വേറെ ടോപ്പ് യൂട്യൂബേഴ്സിനെ കണ്ടെത്തുക. ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ അവർക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യുക. തുടക്കത്തിൽ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി കോണ്ടന്റ് ചെയ്യാൻ പഠിക്കാം. ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോയി കോപ്പി അടിക്കാനല്ല, പോയി ഇൻസ്പിറേഷൻ എടുക്കുക. സോ ഇതിലൂടെ തന്നെ നിങ്ങളുടെ നീഷും നിങ്ങൾ ചെയ്യേണ്ട കോണ്ടന്റ്സിനെയും കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. റൂൾ നമ്പർ 6, നോട്ട് അപ്ലൈയിങ് തിങ്സ് ലേൺഡ്. ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഓഫ് കോഴ്സ് യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു ഗെറ്റ് മോർ വ്യൂസ്, ഹൗ ടു ഗെറ്റ് മോർ സബ്സ്ക്രൈബേഴ്സ്, ഹൗ ടു ഗെറ്റ് മോർ വാച്ച് ടൈം ഇങ്ങനെ ചെന്ന് സെർച്ച് ചെയ്തിട്ട് കുറെ വീഡിയോസ് വാച്ച് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം യൂട്യൂബിൽ ഒരുപാട് നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് അവൈലബിൾ ആണ്. ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പഠിക്കാൻ കഴിയും. ഞാൻ പോലും എന്റെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുന്നതും യൂട്യൂബിനെ കുറിച്ച് പഠിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പലരും ഇതുപോലത്തെ വീഡിയോ കണ്ട് തന്നെ ചാനൽ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും. അതെ, ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ലേണിംഗ് നെവർ എൻഡ്സ്. ദി ഡേ യു സ്റ്റോപ്പ് ലേണിംഗ് ഈസ് ദ ഡേ യു സ്റ്റോപ്പ് ഗ്രോയിങ്. പക്ഷെ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അതെ, പലരും വീഡിയോസ് മാത്രം കാണുന്നവരായിരിക്കും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ നോക്കുക. റൂൾ നമ്പർ 7, സ്റ്റോപ്പ് ഡൂയിങ് ഫോർ വ്യൂസ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും എന്റെ അടുത്തൊരു ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ ഇത് ഞാൻ ഉറപ്പായും പറയും. നിങ്ങൾ പലരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം. നിങ്ങൾ മാത്രമല്ല, ഒരു 80% യൂട്യൂബേഴ്സും ഇതുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതിനെന്താ ഇപ്പോൾ എന്ന് ചോദിക്കാം. പക്ഷേ ഇങ്ങനെ മണിയെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. കാരണം യൂട്യൂബിൽ ഗ്രോ ചെയ്യുന്നത് ഒരിക്കലും ഈസിയല്ല. ഈസി ആയിരുന്നെങ്കിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്ത് തന്നെ. സോ വ്യൂസിനെ കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെ ചിന്തിക്കുക, എങ്ങനെ എന്റെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് അടിപൊളി യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിന്നാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. കാരണം യൂട്യൂബിൽ പൈസ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ വീഡിയോ മറ്റൊരാൾ കാണുമ്പോൾ അവർക്ക് വരുന്ന ആഡ്സിനാണ്. സോ ഇവിടെ നല്ല വീഡിയോസ് ഉണ്ടാക്കിയാൽ ഓഡിയൻസ് കാണും, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പൈസയും വരും. നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യും, നിങ്ങളും ഗ്രോ ചെയ്യും. സോ ഇത്രയും മനസ്സിലാക്കി ഇതിനെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ ഒരു 99% ഓഫ് യൂട്യൂബേഴ്സിനേക്കാൾ നിങ്ങൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു.
സോ ഇനി അടുത്തതായിട്ട് അറിയേണ്ട കാര്യമാണ് എങ്ങനെ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും പെട്ടെന്ന് കൂട്ടാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ ചാനലിനെ ഫുള്ളി മോണിറ്റൈസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ ആയിരിക്കും പാർട്ട് 4 ആയ അടുത്ത വീഡിയോയിൽ വരുന്നത്. ഇതിൽ ഞാൻ എന്റെ ചാനലിനെ 3 ആഴ്ച കൊണ്ട് മോണിറ്റൈസ് ചെയ്ത എല്ലാ സീക്രട്സും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ കോട്ടിലൂടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. ഇറ്റ് ആൾവേസ് സീം ഇമ്പോസിബിൾ അണ്ടിൽ ഇറ്റ്സ് ഡൺ. അതെ, പലതും നടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടായിരിക്കും തോന്നുക. സോ ടാറ്റ ബൈ ബൈ. പാർട്ട് 4 വീഡിയോയിൽ നമുക്ക് കാണാം.